Not afraid of losing what I've found. ഹായ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ബിജു കൃഷ്ണൻ, എക്സലന്റ് ഫൈനാൻഷ്യൽസ് എന്ന്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസികളെ കുറിച്ചാണ്. എന്താണ് ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ? നമുക്ക് യു കെയിൽ പ്രധാനമായിട്ട് 3 ടൈപ്പ് ലൈഫ് ഇൻഷുറൻസ് പോളിസികളാണുള്ളത്. ഒന്ന് നമ്മൾ പറയും ലൈഫ് കവർ പോളിസി. ഈ ലൈഫ് കവർ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കാലത്തിലേക്കാണ് ചേർന്നിരിക്കുന്നത്, ആ കാലഘട്ടത്തിന് മുമ്പേ നമുക്കൊരു ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡിപ്പെൻഡൻസ്, നമ്മളെ ഫാമിലിക്ക് നമ്മൾ ചേർന്ന തുക തിരിച്ചു കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുക ലൈഫ് കവർ പോളിസി. ഇത് വളരെ ലളിതമാണ്. ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു വാർ ഫ്രണ്ടിലോ അല്ലാത്ത മറ്റെവിടെയെങ്കിലും പോയിട്ടില്ല എങ്കിൽ, അതായത് ഒരു വാർ ഫ്രണ്ടിൽ പോയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല, അല്ലാതെ എവിടെയാണെങ്കിലും നമുക്കിത് ക്ലെയിം കിട്ടാൻ ചാൻസ് ഉള്ള പോളിസിയാണ്. രണ്ടാമത്തെയാണ് നമ്മൾ പറയുക ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. എന്താണ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി? ആ വാക്കിൽ തന്നെ അത് വളരെ ലളിതമായിട്ട് പറയുന്നത് ക്രിട്ടിക്കലി ഇല്ലാവണം. നമ്മളൊരു ക്രിട്ടിക്കലി ഇല്ലാവാണെങ്കിൽ, അതായത് ചില ഡെഫിനേഷനുള്ള ക്യാൻസർ, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, ബ്രെയിൻ ട്യൂമർ, കിഡ്നി ഫെയിലർ, അങ്ങനെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പല അസുഖങ്ങളും വരുമ്പോൾ നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുക ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി. ഈ ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് 2 ടൈപ്പ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഉണ്ട്. ബേസിക് ക്രിട്ടിക്കൽ ഇൽനെസ് ഉണ്ട്, അപ്ഗ്രേഡഡ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഉണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ഉറപ്പ് വരുത്തണം നമ്മൾ എടുക്കുന്നത് അപ്ഗ്രേഡഡ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയാണെന്ന്. കാരണം ഈ ബേസിക് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയും അപ്ഗ്രേഡ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയും തമ്മിൽ മാക്സിമം ഒരു 5 പൗണ്ടിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ബെനിഫിറ്റിൽ നമുക്ക് ഏകദേശം ഒരു 2 ഇരട്ടിയോളമാണ് ബെനിഫിറ്റുകൾ കൂടുതൽ കിട്ടുന്നത്. അതായത് ബേസിക് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരു 35 തൊട്ട് 45ഓളം അസുഖങ്ങൾക്കാണ് നമ്മൾക്ക് കവർ കിട്ടുക. എന്നാൽ നമ്മൾ അപ്ഗ്രേഡ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയാണ് എടുക്കുന്നത് എങ്കിൽ അത് ഏകദേശം 100ന് മുകളിൽ അസുഖങ്ങൾക്ക് പേ ഔട്ട് കിട്ടും. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഈ അഡീഷണൽ പേ ഔട്ട് കിട്ടുന്ന സമയത്തും പല കമ്പനികളും ഡിഫറൻ്റ് ആണ്. യു കെയിൽ ഇന്ന് പ്രസന്റ്ലി മാർക്കറ്റിൽ ഈ അഡീഷണൽ പേ ഔട്ടുകൾക്ക് 100% പേ ഔട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. ബാക്കി ഒട്ടുമുക്കാൽ കമ്പനികളും 50%, 1-2 കമ്പനികൾ 50-ൽ താഴെയുള്ള ശതമാനമാണ് കൊടുക്കുക. ഒരു നല്ലൊരു പ്രൊട്ടക്ഷൻ അഡ്വൈസറാണ് അല്ലെങ്കിൽ ഒരു മോർഗേജ് അഡ്വൈസറാണ്, അവർക്ക് ഒരു പക്ഷേ ഇത് മുഴുവൻ പഠിച്ച് നിങ്ങൾക്ക് കൃത്യമായുള്ള ഡെഫിനേഷനിൽ കൃത്യമായുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റി വരും. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് അപ്ഗ്രേഡ് ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസിയാണ് എടുക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. 2 കമ്പനികൾക്ക് അപ്ഗ്രേഡ് ക്രിട്ടിക്കൽ ഇൽനെസ് കുറച്ചുകൂടി ഡിഫറൻ്റ് ആണ്. അതിലൊന്നാണ് സൂറിക് എന്ന് പറയുന്ന പോളിസി. അവർക്ക് 3 ടൈപ്പാണുള്ളത്. ബേസിക് ഉണ്ട്, എൻഹാൻസ്ഡ് ഉണ്ട്, എൻഹാൻസ്ഡ് പ്ലസ് ഉണ്ട്. എൻഹാൻസ്ഡ് പ്ലസ് പോളിസി എടുക്കുന്നതാണ് അഥവാ സൂറിക്കിന് എടുക്കുന്നതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ്. രണ്ടാമതുള്ള വൈറ്റാലിറ്റിയാണ്. വൈറ്റാലിറ്റി 1 ടൈം, 2 ടൈം, 3 ടൈംസ് എന്ന് പറയുന്ന രീതിയിലാണ്. അതിൻ്റെ എടുക്കുവാണെങ്കിലോ 2 or 3 എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുക. പക്ഷേ നമ്മൾ ഏത് പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം ഏകദേശം 60% മുകളിലാണ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ക്യാൻസർ ക്ലെയിം നൽകിയേക്കുന്നത്. അതിൽ സ്ത്രീകളിൽ 70 തൊട്ട് 75%, പുരുഷന്മാരിൽ 50%. സ്ത്രീകളിൽ 70-75% കഴിഞ്ഞ് 2ാം സ്ഥാനത്തുള്ള സ്ട്രോക്ക് ആണെങ്കിലോ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് ആണെങ്കിലോ വെറും 4% ഉള്ളൂ. അതായത് ഇപ്പോൾ 70% വ്യത്യാസമുണ്ട് ഒന്നാമതുള്ള ക്യാൻസറിനും 2ാമതുള്ള സ്ട്രോക്കിനൊക്കെ. അതിൽ തന്നെ സ്ത്രീകളിൽ 55%-ഓളാണ് പല കമ്പനികളെയും ബ്രസ്റ്റ് ക്യാൻസർ ക്ലെയിമുകൾ പോകുന്നത്. ആണുങ്ങളിലാണെങ്കിൽ ക്യാൻസർ 50% ആണെങ്കിൽ അതിൽ 30% പ്രോസ്റ്റേറ്റ് ക്യാൻസറിനാണ്. അപ്പോൾ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഈ കമ്പനികളൊക്കെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന, പ്രോസ്റ്റേറ്റ് ക്യാൻസറിന, പ്രത്യുത മുഴുവനായിട്ട് ക്യാൻസറിനെ അഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓരോ കസ്റ്റമറും നോക്കേണ്ടത് എങ്ങനെയാണ് ഇത് ക്ലെയിമിന് അഡ്രസ്സ് ചെയ്യുന്നത്, എത്ര മില്യൺ ക്ലെയിം കൊടുത്തിട്ടുണ്ട്, എത്ര ശതമാനം കൊടുത്തിട്ടുണ്ട്, ഏത് അസുഖത്തിനെയാണ്, ആ അസുഖത്തിനെ എങ്ങനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നതെന്നാണ്. ഇനി 3ാമത്തെ പോളിസിയാണ് വളരെ പ്രധാനപ്പെട്ട പോളിസിയാണ്. യു കെയിൽ വന്ന് നിങ്ങൾ GP രജിസ്റ്റർ ചെയ്ത് 2 വർഷം കഴിഞ്ഞവർക്കാണ് ഈ പോളിസി എടുക്കാൻ പറ്റുക. അതാണ് ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി. എന്താണ് ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി? അത് വാക്കിലുണ്ട്. നിങ്ങൾ ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി. നിങ്ങളൊരു അസുഖം വന്നു, ഒരു ആക്സിഡന്റ് വന്നു, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല,
അപ്പം നിങ്ങളുടെ മന്ത്ലി നിങ്ങളുടെ ബില്ലുകളൊക്കെ നിങ്ങൾ അടക്കേണ്ടി വരും. ആ ബില്ലുകൾ അടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ വരുമാനത്തിൻ്റെ നിങ്ങളുടെ സാലറിയുടെ 60-70% നമുക്ക് തിരിച്ചു കിട്ടുന്നതിനെയാണ് പറയുക ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി. ഇവിടെ നിങ്ങൾ ക്രിട്ടിക്കലി ആവണമെന്നില്ല. നിങ്ങളൊരു സ്ട്രെസ് വന്ന് ജോലിക്ക് പോകുന്നില്ല, ഒരു ചെറിയ സർജറി വേണ്ടി വന്നു, ഒരു ചെറിയ ആക്സിഡന്റ് വേണ്ടി വന്നു, നിങ്ങൾ കൈ ബാൻഡേജ് ഇട്ടു, അടുത്ത ഒരു 6 മാസത്തേക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഇൻകം പ്രൊട്ടക്ഷൻ. പ്രൈവറ്റ് മേഖലയിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്? നമ്മുടെ മലയാളികൾ ഒരു ബഹുഭൂരിപക്ഷം ഒരുപാട് പേര് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന, കെയർ ഹോമിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് എടുത്തു വെക്കേണ്ട ഒരു പോളിസിയാണ് ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി. ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി 2 തരത്തിലാണുള്ളത്. ഒന്ന് ഫുൾ ഇൻകം പ്രൊട്ടക്ഷൻ. എന്താണ് ഇത് ചെയ്യുന്നത്? നമ്മൾ റിട്ടയർമെന്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ഏജ് അത് 65 വയസ്സോ 68 70 ആവട്ടെ, നമ്മൾക്കൊരു അസുഖം വന്ന് നമുക്ക് പിന്നീട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഈ റിട്ടയർമെന്റ് ഏജ് വരെ, അല്ല എങ്കിൽ അതിനു മുമ്പേ നമ്മൾ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ കാലം വരെ എവറി മന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സാലറിയുടെ 60-70 അത് നമുക്കും സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മളെ ബഡ്ജറ്റ് നോക്കി നമ്മളെ മന്ത്ലി പ്രീമിയം അടക്കേണ്ട കാര്യം നോക്കിയിട്ട് നമുക്ക് വേണ്ട, എനിക്കൊരു 1000 പൗണ്ട് മതി, എൻ്റെ ബില്ല് അത്രയേ ഉള്ളൂ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. അങ്ങനെ ആ റിട്ടയർമെന്റ് ഏജ് വരെ അല്ലെങ്കിൽ ഡെത്ത് വരെ തുടർച്ചയായിട്ട് നമുക്ക് സാലറി കിട്ടുന്നതിനെയാണ് പറയുക ഫുൾ ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾക്കൊരു ലുക്കീമിയ വന്നു, അയാൾക്ക് പിന്നെ തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അയാൾ 10 വർഷമോ 15 വർഷമോ അയാൾക്ക് ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് മുന്നോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആ റിട്ടയർമെൻറ്റ് വരെയാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുകയാണ്. അയാൾക്ക് തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ പറയുന്ന റിട്ടയർമെൻറ്റ് ഏജ് വരെ കിട്ടുന്നതിനെയാണ് പറയുക ഫുൾ ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി. രണ്ടാമത്തെയാണ് ബഡ്ജറ്റ് ഇൻകം പ്രൊട്ടക്ഷൻ പോളിസി എന്ന് പറയും. ഇവിടെ ഈ നമ്മൾക്ക് ക്ലെയിം കിട്ടുന്നതിൻ്റെ ടേമിന നമ്മൾ ബഡ്ജറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നുകിൽ 1 വർഷം, അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ മാക്സിമം 5 വർഷക്കാലം നമ്മൾക്ക് ഒരു അസുഖം വന്നു, ആ ടൈം വരെ നമ്മൾക്ക് പൈസ കിട്ടും. അത് കഴിയുമ്പം നമ്മൾ മിനിമം 6 മാസമെങ്കിലും നമ്മൾ ജോലി ചെയ്യണം, രണ്ടാമത് ഒരു ക്ലെയിം ചെയ്യണമെങ്കിൽ. പക്ഷെ നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ അസുഖം ഒരു ലുക്കീമിയ പോലുള്ള വന്നു, നമ്മൾക്ക് പിന്നീട് ജോലിക്ക് പോകാനേ പറ്റിയിട്ടില്ല എന്ന് കരുതുക, അവിടെ 2 വർഷം മാത്രമാണ് നമ്മളെ ബെനിഫിറ്റ് കിട്ടുക. പക്ഷേ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കാണുന്നത്, നമ്മൾ അസുഖം വരുന്ന ആൾക്കാരൊക്കെ ഏകദേശം ഒരു 90% ആൾക്കാരും ഒരു വർഷമോ 2 വർഷമോ കഴിയുമ്പോൾ തിരിച്ച് ജോലിക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ ഇൻകം പ്രൊട്ടക്ഷൻ എടുക്കുമ്പോൾ അതിന് പ്രീമിയം അധികമായിരിക്കും, ബഡ്ജറ്റ് ഇൻകം പ്രൊട്ടക്ഷന് പ്രീമിയം കുറവായിരിക്കും. ഇനി അതിനകത്ത് നമ്മൾ തന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് ഡെഫേർഡ് പീരിയഡ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. എന്താണ് ഡെഫേർഡ് പീരിയഡ്? നമ്മൾ പറയാണ്, എൻ്റെ അടുത്ത് തൽക്കാലത്തെ ഒരു സേവിങ് ഉണ്ട്, എൻ്റെ ഒരു 2000 പൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരു 1000 പൗണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ 1-2 മാസം ഞാൻ സ്വന്തമായിട്ട് മാനേജ് ചെയ്തോളും. അപ്പം ഈ 2 മാസ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് നമ്മുടെ സാലറി കിട്ടുന്നതിൻ്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയും ഡെഫേർഡ് പീരിയഡ്. നമ്മൾ NHS ജോലിയാണ്, 6 മാസം നമുക്ക് സിക്ക് പേ അവിടെ ഉണ്ട് എന്ന് കരുതുക. 5 വർഷമൊക്കെ കംപ്ലീറ്റ് ആയവർക്കാണ് 6 മാസം സിക്ക് പേ NHS സാധാരണ കാണാറ്. അപ്പോൾ ഈ 6 മാസത്തിന് ശേഷം നമുക്ക് ബെനിഫിറ്റ് കിട്ടണം എന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും 6 മാസമാണ് ഡെഫേർഡ് പീരിയഡ്. ഇനി ഇത് മാത്രമല്ല, ഈ പറയുന്ന ഓരോ പോളിസി എടുക്കുന്ന സമയത്തും അതിനകത്ത് ടോട്ടൽ പെർമനന്റ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ പെർമനന്റ് ഡിസേബിൾ ആവുന്നത്, വേവർ ഓഫ് പ്രീമിയം ഉണ്ട്, നമ്മൾക്ക് പറ്റുന്നില്ല, അസുഖമായി നമുക്ക് നമ്മളെ പ്രീമിയം അടക്കാൻ നമുക്ക് പറ്റുന്നില്ല, അപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രീമിയത്തിൻ്റെ പ്രൊട്ടക്ഷനെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം വേവർ ഓഫ് പ്രീമിയം എന്നത്. അപ്പം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. അപ്പം നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ നിങ്ങളുടെ ഫാമിലീനെ എയർപോർട്ടിൽ കൊണ്ടാക്കുകയാണ്, നിങ്ങൾ പോലെ നിങ്ങളുടെ ഫാമിലിയാണ് പോകുന്നതെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ വന്നിട്ട് പറയാണ്, ഞാനാണ് പൈലറ്റ്, ഞാനാണ് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിനെ അതിൽ കയറ്റി വിടുമോ? ഉണ്ടാവില്ല അല്ലേ? ഒരു ലേണേഴ്സ് ഡ്രൈവറെ കൂടാം, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്കൂളിലേക്ക് കയറ്റി വിടുമോ? ഉണ്ടാവില്ല അല്ലേ? അവിടെയൊക്കെ നിങ്ങൾ എന്താണ് നോക്കുന്നത്? പ്രൊഫഷണലിസം, അവരുടെ നോളജ്, അതൊക്കെയല്ലേ. നിങ്ങളുടെ ജീവന്റെ വാല്യുള്ള ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് നിങ്ങൾ 60 വയസ്സോ 70 വയസ്സോ കാലഘട്ടത്തിലേക്ക്, അതായത് ഒരു 30, 35, 40 വർഷമുള്ള പോളിസി എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ ക്ലെയിമിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ലേ? എത്ര ശതമാനം ക്ലെയിമാണ് ഈ കമ്പനി കൊടുത്തു എന്ന് മനസ്സിലാക്കണ്ടേ? ഓരോ അസുഖത്തിന് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കണ്ടേ? നിങ്ങൾ അഡ്വൈസറുടെ നോളജ് അല്ലെങ്കിൽ പ്രൊഫഷണലി എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് നോക്കണ്ടേ?
അത്തരത്തിൽ നിങ്ങൾക്ക് അഡ്വൈസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 078599999893. ഞാൻ വീണ്ടും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നു, 078599999893. എൻ്റെ പേര് ബിജു കൃഷ്ണൻ. താങ്ക് യു. ബൈ.